ഒരു സായാഹ്നത്തിൽ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, മാധവ, നാം പലതരം ദാനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അന്നദാനം, വസ്ത്രദാനം, ഭൂമിദാനം. പക്ഷേ ഇവയെക്കാളെല്ലാം ശ്രേഷ്ഠമായി എന്തുകൊണ്ടാണ് ഗോദാനത്തെ എല്ലാവരും പുകഴ്ത്തുന്നത്? ഗോദാനം എന്ന് പറഞ്ഞാൽ പശുവിനെ ദാനം ചെയ്യുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, നീ ചോദിച്ചത് ഉചിതമായ ചോദ്യമാണ്. അതിന്റെ കാരണം ഞാൻ പറയാം, ശ്രദ്ധയോടെ കേൾക്കൂ. പാർത്ഥ, പശുവിനെ നാം ഗോമാതാവ് എന്ന് വിളിക്കുന്നത് വെറുതെയല്ല. അവൾ ഒരു സാധാരണ മൃഗവുമല്ല. 33 കോടി ദേവതകളും അവളുടെ ശരീരത്തിൽ വസിക്കുന്നുണ്ട്. അതിനാൽ ഒരു പശുവിനെ പരിപാലിക്കുന്നത് ആ എല്ലാ ദേവതകളെയും ആരാധിക്കുന്നതിന് തുല്യമാണ്. കൃഷ്ണൻ തുടർന്നു, നീ കേട്ടിട്ടില്ലേ, ഏത് പുണ്യകർമ്മം ചെയ്യുന്നതിനും യാഗങ്ങൾക്കോ പൂജകൾക്കോ വേണ്ടി നാം ഭൂമിയെ ശുദ്ധീകരിക്കുന്നത് ചാണകം മെഴുകിയാണ്. ഗോമാതാവിന്റെ ചാണകം വീഴുന്നിടം പോലും പവിത്രമായി മാറുന്നു. അത്രയേറെ മഹിമയാണ് അതിനുള്ളത്. അർജുനൻ ആകാംക്ഷയോടെ കേട്ടിരുന്നു. ഭഗവാൻ തുടർന്നു, എന്നാൽ ഗോദാനത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഈ ജീവിതത്തേക്കാൾ മരണശേഷമുള്ള യാത്രയിലാണ്. അല്ലയോ അർജുന, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ആത്മാവ് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ വൈതരണി എന്ന ഭയങ്കരമായ ഒരു നദി മുറിച്ച് കടക്കേണ്ടതുണ്ട്. വളരെ ആഴമേറിയതും ഭയാനകവുമായ ആ നദി കടക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല. എന്നാൽ ആരാണോ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നിസ്വാർത്ഥമായ മനസ്സോടെ ഒരു പശുവിനെ ദാനം ചെയ്തത്, അവർക്ക് വേണ്ടി ആ ഗോമാതാവ് അവിടെ കാത്തു നിൽക്കും. ആ പുണ്യ ആത്മാവ് ഗോമാതാവിന്റെ വാലിൽ മുറുകെ പിടിക്കുന്നു. മാതാവായ പശു യാതൊരു പ്രയാസവുമില്ലാതെ ആ ആത്മാവിനെ നദിക്ക് കുറുകെ കടത്തി സ്വർഗവാതിക്കൽ എത്തിക്കുന്നു. എന്നാൽ ഗോദാനം ചെയ്യാത്തവർക്ക് ആ നദി കടക്കാനാവാതെ അവിടെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു നിർത്തി. അതുകൊണ്ടാണ് അർജുന മറ്റെല്ലാ ദാനങ്ങളെക്കാളും പുണ്യവും ശ്രേഷ്ഠവുമായി ഗോദാനത്തെ കണക്കാക്കുന്നത്. അത് സ്വർഗത്തിലേക്കുള്ള വഴി സുഗമമാക്കുന്നു. അതിനാൽ ഈ ദാനം എല്ലാ ദാനങ്ങളിലും വെച്ച് ഏറ്റവും പൂജനീയവും ആദരണീയവുമാണ്. കഥ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.